ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു വർഷത്തിനിപ്പുറം നമ്മൾ വീണ്ടും പുണ്യ റമദാനിലേക്ക് കടന്നിരിക്കുകയാണ്. എൻ്റെ സൗണ്ടും ജലദോഷം ഇപ്പോഴും കറക്റ്റായിട്ട് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യണോ വേണ്ടെന്ന് കുറേ ആലോചിച്ചതാണ്. പിന്നെ ഏതായാലും അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നോമ്പ് ഉറപ്പിച്ച് മരുമിന് ശേഷം നമ്മൾ ഒരു സുഖമില്ലാത്ത കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്നപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ രാത്രിത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 9 മണിന് ശേഷമാണ് ഞാൻ ഈ പരിപാടികൾക്കൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വെച്ച ടിന്നിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലകളും അതുപോലെ തന്നെ കുറച്ച് മുട്ട കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ പലരും നോമ്പിന് മുന്നോടിയായിട്ട് പലതരത്തിലുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെക്കാന്നാണ് ആദ്യത്തെ നോമ്പിന് കരുതിയത്. പക്ഷേ അതിന് വേണ്ടി നിന്നപ്പോഴാണ് മനസ്സിലായത് നമുക്കതിന് വേണ്ടി എക്സ്ട്രാ കുറേ എഫർട്ട് പോവും. പോരാത്തതിന് അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ കുറേ ദിവസം മുന്നേ ചെയ്യണം. അത് അത്രയും വേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം അന്നും ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. കാരണം അത് മനസ്സിലായപ്പോൾ തന്നെ ഞാനത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ പിന്നീടും അത് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ. കാരണം സാധാരണ നമ്മൾ നോമ്പിന് ഒരുപാട് പണി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുന്നത്. പക്ഷെ അത് പിന്നീട് ഒരു ദോഷമായിട്ട് മാറുമെന്ന് എനിക്കൊരു പേടിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്കിതുപോലെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പണിക്ക് നമുക്ക് കൂലി കിട്ടും. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഒരുപാട് സമയം ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അത് ഇബാദത്തിന് വേണ്ടിയിട്ടാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ വന്നാലും എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നമുക്ക് അത്രയും കുറച്ചൊക്കെ ഓതി കുറച്ച് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഫോൺ എടുക്കാനും അത് തോണ്ടിയിരിക്കാനും മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ തോന്നും. അതുപോലെ തന്നെ കുറച്ചധികം എന്തെങ്കിലും ഫ്രീ കിട്ടുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്തൊക്കെ പോയിരിക്കും. 1-2 സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ഇതുപോലെ എന്തെങ്കിലും പണികളൊക്കെ നമുക്ക് ഉള്ളത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്, പലർക്കും പലതും വ്യത്യസ്തങ്ങളാണ്, ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ നല്ലത് അതുപോലെ ചെയ്യാം. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രിപ്പും കാര്യങ്ങളൊക്കെ മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്നെപ്പോലെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നവർക്കുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. എന്ന് കരുതി ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ട് കരുതി മറ്റാളും നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യണം അതുപോലെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത്താഴത്തിനുള്ള ചോറൊക്കെ റെഡിയാക്കി വാർത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കായ് ഉപ്പേരിയും കൂടി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വറവിടലും കാര്യങ്ങളൊക്കെ പിന്നെയാണ്, അത്താഴത്തിനിടിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ചോറ് ഹസ്ബൻഡിനാണ്. എനിക്കും കേശക്കും ഓട്സാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഓവർനൈറ്റ് ഓട്സോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്ന ചായക്കടി അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതാണ് ഞാൻ അത്താഴത്തിന് കഴിക്കൽ. എനിക്ക് ചോറ് വയ്ക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ റേക്ക് ഇന്ന് നോമ്പെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്ക് ഞാൻ ഓട്സ് മതിയാണ്. അപ്പോൾ ഓക്കുള്ള ഓവർനൈറ്റ് ഓട്സും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാനും ചോറ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ തലേ ദിവസം എന്താണോ ചോറ് കൂടെ കൂട്ടാൻ കഴിച്ചത് അതിൻ്റെയൊക്കെ എരിവും പുളിയൊക്കെ ഇങ്ങനെ തികട്ടി വരും. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ഞാനൊരു ദിവസം കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്കതിൻ്റെ ആ ഒരു സുഖം മനസ്സിലായത്. അത്രയും നമുക്ക് എന്താ പറയുക, വയറിനും നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല കൂളായിട്ടിരിക്കാൻ പറ്റും. അതുപോലെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ചെയ്യും കേട്ടോ. ഒരുപാട് ആർഭാടാക്കിയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് റോൾഡ് ഓട്സ് ഒരു ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓരോ സ്പൂണോളം ചിയാ സീഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മുങ്ങാൻ പാകത്തിനുള്ള പാലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയതിനു ശേഷം അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ബാക്കി നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യലേ. അങ്ങനെ അത്താഴത്തിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കുറച്ച് ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് കിടന്നു. അങ്ങനെ 4:30 മുതൽ അലാറം വെച്ചിട്ട് സ്നൂസ് ചെയ്ത് ഏകദേശം ഈ ഒരു സമയം കേട്ടോ എണീറ്റപ്പോൾ. ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ ഒരു അത്താഴത്തിന് എണീക്കുന്ന ചടങ്ങിലേക്ക് നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് സ്യൂട്ടായി വരാനുണ്ട്. കല്യാണത്തിന് മുന്നേയും കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലമൊക്കെ ഞാൻ ഫസ്റ്റത്തെ ഒരു ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ 10-നൊക്കെ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച് അത്താഴത്തിന് എണീക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് അത്താഴം കഴിക്കാണ്ടാണ് നോമ്പ് കൊടുക്കല്. അത്രയ്ക്കും എനിക്ക് എണീക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ട് സെറ്റായി വന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു നിർബന്ധിതാവസ്ഥ പോലെ ആയും ചെയ്തു. അപ്പോൾ പിന്നെ എണീക്കല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ നമ്മൾ പച്ചക്കായ ഉപ്പേരിയൊക്കെ വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് അത്താഴത്തിന് കഴിക്കാൻ എന്തെങ്കിലും താളിപ്പോ ഉപ്പേരിയോ അതിൻ്റെ കൂടെ എന്തെങ്കിലും മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് മീൻ വേണ്ടാന്ന് പറഞ്ഞു, മുട്ട മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പച്ചക്കായ ഈ ഒരു താളിപ്പ് പോലെ ആക്കിയിട്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഓംലെറ്റാണ് ഇഷ്ടം. അപ്പോൾ അതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഓട്സിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഒരു ആപ്പിളിൻ്റെ പകുതിയും പിന്നെ ഈ കാണുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഈത്തപ്പഴമൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തലേന്ന് റെഡിയാക്കിയിട്ടുള്ള ഒരു ജാറിലേക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കയ്യിൽ തേനുള്ളതുകൊണ്ട് ആർഭാടത്തിൽ തേനൊക്കെ ഒഴിച്ചതാണ്. എല്ലാ ദിവസവും ഞാൻ പഞ്ചാരൊക്കെ ഇട്ടിട്ടാണ് കഴിക്കൽ.
തീരെ മധുരമില്ലാണ്ട് എനിക്ക് കഴിക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ആ ഒരു ഓട്സും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന് വേണ്ട ചായ ആളെന്നെ കെറ്റിൽ ഉണ്ടാക്കും കേട്ടോ. പിന്നെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ച് കുറച്ചൊന്നും മതി, പെട്ടെന്ന് ഞാൻ കിടന്നു. നോമ്പായതുകൊണ്ട് തന്നെ 2 ദിവസം കേശയ്ക്ക് ലീവാണ്. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നേരത്തെ ക്ലാസ് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 7 മണി 7:15 തന്നെ ബസ്. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് പിന്നെ കിടക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 ദിവസം ലീവ് ഉള്ളത് അങ്ങോട്ട് മുതലാക്കാന്ന് വരും. പോരാത്തതിന് നമ്മൾ ഈ ഉറക്കക്കുറവൊക്കെ ഒന്ന് ബോഡി ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് വരും കൂടി വേണമല്ലോ. കാരണം വേറെ ഒന്നുമില്ല, പകല് ഞാൻ എന്തായാലും ഉറങ്ങൂല, എനിക്ക് ഉറങ്ങാൻ കഴിയൂല. അപ്പോൾ ആ ഒരു സമയത്ത് കിടന്നാൽ തന്നെ മുതലാവുള്ളൂ. അങ്ങനെ ഈ ഉറങ്ങി എണീക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 10 മണി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റേക്കനെ റെഡിയാക്കലും മോക്കുള്ള ഫുഡ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യമുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 100 ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 പാർട്സ് ആക്കിയിട്ട് മാറ്റാണ് കേട്ടോ. എല്ലില്ലാത്ത കുറച്ച് ബോൺലെസ് പീസ് നോക്കിയിട്ട് കട്ട്ലറ്റിന് വേണ്ടിയിട്ടും, എല്ല് കൂടുതലുള്ള ഭാഗങ്ങൾ അതുപോലെ കഴുത്ത്, കരൾ അങ്ങനെയുള്ളതൊക്കെ കറിക്ക് വേണ്ടിയിട്ടും, അതിനിടയിൽ വരുന്ന മീഡിയം പീസസ് ഒക്കെ എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ് കേട്ടോ. ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ടും കേശ നോമ്പ് വെച്ചുകൊണ്ടും കൂടിയാണ് ഈ ഒരു ആർഭാടൊക്കെ ചിക്കൻ പൊരിക്കലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ചിക്കനും അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 3-4 ഉരുളക്കിഴങ്ങും ജസ്റ്റ് ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് ഈ കുക്കർ നേരെ വേവിക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതാ ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള മസാല കൂടി പുരട്ടി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തിയെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ സാധാരണ ഇടുന്ന കുറച്ച് മസാലപ്പൊടികളും പിന്നെ സ്പെഷ്യലായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരി അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം ഒരു പിടിയോളം കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് കറിക്കുള്ളത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെനു പത്തിരി അതുപോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറി പിന്നെ കട്ട്ലറ്റ് ആണ് കേട്ടോ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊതുവേ ഫസ്റ്റത്തെ നോമ്പിന് ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ഓരോ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു കൗതുകത്തിന് അടുപ്പിലാണ് കേട്ടോ കറിയൊക്കെ വെക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ വിറകടുപ്പിൽ ആദ്യമായിട്ടാണ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ കുഴച്ച് കലക്കി ചിക്കൻ കറി വെക്കുന്നതും ആദ്യമായിട്ടാണ്. സാധാരണ കുക്കറിലോ അല്ലെങ്കിൽ വാട്ടിയിട്ടൊക്കെയാണ് ഞാൻ കറി വെക്കൽ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് തക്കാളിയൊക്കെ അരിഞ്ഞിട്ടു, കുറച്ച് മുഴുവൻ ജീരകവും ഒലിവും ചേർത്തു, കൂടെ മസാലപ്പൊടികളും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇടടുപ്പ് ഒഴിവായിരിക്കുമല്ലോ, അപ്പോൾ അവിടെ ആദ്യം വെള്ളം വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് ഏതായാലും വെള്ളം വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കഞ്ഞിക്കരി ഇട്ടാൽ നമുക്ക് ചീര കഞ്ഞിയും കൂടി അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ഉണങ്ങിയ ഓല കേട്ടോ ഇതിനെ തീ കത്തിക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചത്. ഈ ഒരു ഓല കുറേ ദിവസമായി ഇവിടെ ഉണങ്ങിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോഴേ ഞാൻ അങ്ങനെ വിചാരിക്കും ഒരു ദിവസം തീ കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്ന്. പിന്നെ നമ്മളെ ഈ നനച്ചുള്ളിപ്പൊടിൻ്റെയും മറ്റു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ പത്തിരി ചിക്കൻ കറി എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. നോമ്പാകുമ്പോൾ വൈകുന്നേരം ഈ ഓലക്കൊടിയൊക്കെ കത്തിച്ച് പത്തിരി ഉണ്ടാക്കുന്നതും അതിൽ അടുപ്പിലുണ്ടാക്കിയ ചിക്കൻ കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒന്ന് അടുപ്പ് കത്തിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന്. അങ്ങനെയാണ് ഈ ഒരു സാഹസത്തിലേക്ക് ഞാൻ മുതിർന്നത് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടി വറുത്തെടുക്കാനുള്ള തേങ്ങക്ക് ഒന്ന് ചിരകിയെടുക്കുകയാണ്. അപ്പോൾ ഒരു മുഴുവൻ തേങ്ങ ഞാൻ ചിരകി എടുക്കുന്നുണ്ട്, അത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ ചിരകുന്ന സമയത്ത് 1-2 തേങ്ങ ചിരകിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ്. ഇന്നിപ്പോൾ 2 ഒന്നും ചിരകാൻ നേരമില്ല, കാരണം നമ്മൾ കിച്ചണിൽ കയറിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയല്ലോ. അപ്പോൾ തേങ്ങ അവിടെ റെഡി ആവുന്നതിനിടയ്ക്ക് ഞാനിവിടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള സവാളയും സംഭവങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇത്രയും കാര്യം ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി മസാലപ്പൊടികളായിട്ട് വീണ്ടും ഉള്ളിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നത് കേട്ടോ. അതൊന്ന് മൂത്ത് വരട്ടെ. ഇത്രയും മസാല തന്നെ മതി നമ്മളെ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. മസാല ഉള്ളിയൊക്കെ റെഡിയായി വന്നാൽ നേരത്തെ അതേ ചോപ്പറിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്തുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങും നല്ലൊരു ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. ചിലത് നമ്മൾ എത്ര വേവിച്ചാലും ഉള്ളിലൊരു കല്ല് പോലെ ഇങ്ങനെ ഉണ്ടാവും, അപ്പോൾ ഉടഞ്ഞ് കിട്ടൂല. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക.
ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനും വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കറിയിലേക്ക് അരപ്പും കൂടി ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ കറി അങ്ങോട്ട് വാങ്ങി വെച്ച് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഏതായാലും അടുപ്പ് കത്തിച്ചല്ലോ, അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് കുക്കറിലിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഞ്ഞിയും ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ കറി ഒന്ന് ചെറിയ ഉള്ളിയിൽ വറവിട്ടും കൂടി എടുക്കുകയാണ്. പിന്നെ അത് ചിലപ്പോൾ മറന്നു പോയ ടൈമില്ലാതൊക്കെ ആയി പോകുമല്ലോ. ഇത്രയും കൂടി ആയതിനു ശേഷമാണ് ഞാൻ പത്തിരി പണിക്ക് നിന്നിട്ടുള്ളത് കേട്ടോ. ഇത്ര ആയപ്പോഴത്തേക്ക് തന്നെ അസുറാങ്കൊക്കെ കൊടുത്ത് ഏകദേശം ഒരു 4:30-5 മണിൻ്റെ ഉള്ളിൽ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും പത്തിരിക്കും കൂടി കുഴച്ച് വെച്ചതിന് ശേഷം നിസ്കരിക്കാൻ പോകാമെന്ന് കരുതി. അതാവുമ്പോൾ പോയി വരുമ്പോഴത്തേക്ക് ഏകദേശം ചൂടാറുമല്ലോ. അപ്പോൾ പത്തിരി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ കലക്കിയിട്ട് അങ്ങനെ വാട്ടി കുഴച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് പത്തിരി കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ചെയ്ത് നോർമലി നമ്മൾ വെള്ളം തിളപ്പിച്ച് പൊടിയിട്ട് വാട്ടിയെടുക്കുന്ന പോലെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് മൊത്തം ഫ്ലോപ്പായി പോയിട്ടോ. ആ ഒരു പൊടി മൊത്തം ഫുൾ തരി അത് പിന്നെ പരത്താനോ ഒന്നിനും പറ്റുന്നില്ല. എന്നാൽ പിന്നെ അതുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാന്ന് കരുതി നോക്കിയപ്പോൾ നൂൽപുട്ടിൻ്റെ അച്ചിൻ്റെ ഉള്ളിൽ കൂടെ തരി കുടുങ്ങിയിട്ട് അത് വരുന്നില്ല. അങ്ങനെ പിന്നെ ആ പൊടി മൊത്തം നമുക്ക് ഒഴിവാക്കേണ്ട ഗതി വന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. എന്തായാലും ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് പത്തിരി കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. ആദ്യം കട്ട്ലറ്റിൻ്റെ സംഭവങ്ങൾ ശരിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റസ്ക് പൊടി ഞാൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ബ്രെഡ് പൊടിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ബാക്കിയുള്ള നമുക്ക് സ്റ്റോർ ചെയ്ത് കൂടി വെക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ റമദാൻ പ്രിപ്പറേഷൻസ് ചെയ്യൽ. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കും, എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. അല്ലാണ്ട് നേരത്തെ തന്നെ കൂട്ടി ചെയ്ത് വെക്കാൻ അതിന് വേണ്ടി കുറച്ച് സമയം കളയാനൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ കഞ്ഞിയും വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പത്തിരി പരത്തലും പൊടി തട്ടലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കട്ട്ലറ്റ് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സിനും ജ്യൂസിൻ്റെ കാര്യമൊക്കെ ഹസ്ബൻഡ് തന്നെ നോക്കിക്കോളും. സാധാരണ ഞാൻ കിച്ചണിൽ വന്നാൽ ആദ്യം ഫ്രൂട്ട്സ് മുറിക്കലും ജ്യൂസ് ഉണ്ടാക്കലൊക്കെ ചെയ്യല. അപ്പോൾ ഇന്ന് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അത് നേരത്തെ അടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, കയ്പുണ്ടാവുമെന്ന് കരുതിയിട്ട് ലാസ്റ്റിലേക്ക് വെച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ അതാണ് ആദ്യം ചെയ്ത് വെക്കുക. അപ്പോൾ അതാകുമ്പോൾ നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് കുടിക്കുമ്പോൾ പിന്നെ എക്സ്ട്രാ ഐസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല സുഖം ഉണ്ടാവും കുടിക്കാൻ. അപ്പോൾ കട്ട്ലറ്റും കൂടി പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ ചിക്കനും കൂടി പൊരിക്കാനിടാണ്. ഇപ്പോൾ ഏകദേശം ബാങ്കൊക്കെ ടൈമായിട്ടോ. അപ്പോൾ പത്തിരി ഞാൻ ചുട്ടിട്ടില്ല. പത്തിരി പിന്നെ നോമ്പ് പറഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പത്തിരി ചുടലൊക്കെ ഉണ്ടായത് കേട്ടോ. പിന്നെ പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് തന്നെ ചുട്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കുന്നതല്ലേ. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് തന്നെ ഫസ്റ്റ് നോമ്പ് നമ്മൾ തുറന്നിട്ടോ. ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് സർബത്തും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിൽക്ക് സർബത്ത് കേശൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നിസ്കാരവും കറികളൊക്കെ കഴിഞ്ഞ് പത്തിരി ചുട്ട് ചൂടോടുകൂടി തന്നെ പത്തിരിയും കറിയൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ട്ലറ്റും പത്തിരിയും കറിയും എല്ലാം നമുക്ക് നാളത്തേക്ക്, അതായത് രണ്ടാമത്തെ നോമ്പിനേക്ക് കൂടി ഉണ്ട് കേട്ടോ. പത്തിരി ചൂടാതെ ഞാൻ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതുപോലെ തന്നെ കട്ട്ലറ്റൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഫ്രീസറിലും വെച്ചതാണ്. അപ്പം ഇനി നാളത്തേക്ക് നമുക്ക് പത്തിരി ചൂടാനും കറി ചൂടാക്കാനും അതുപോലെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു കട്ട്ലറ്റ് ഒന്ന് പൊരിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മളെ ചീരാക്കഞ്ഞിയും കൂടി കുടിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നവർക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നവരൊക്കെ ഹൈപ്പും കൂടി തരാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്ത് കൊടുക്കുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷനിലും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ.